ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ചിലർ, എല്ലാവരും അല്ല, ചിലർ ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാകുമോ, അറസ്റ്റിലാകുമോ, അല്ലെങ്കിൽ നിയമസഭ MLA സ്ഥാനം രാജിവെക്ക് വേണ്ടി വരുമോ പറയുന്നതൊക്കെ കേട്ടാൽ കരഞ്ഞ് നിലവിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരു മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം പറഞ്ഞ രാഹുൽ ഭയങ്കര എപ്പോഴും BJP ഇട്ട് കുത്തി വലിച്ച് കീറി ചുവരിലൊട്ടിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ തെളിവുകൾ വീണ്ടും വന്നു, ഇപ്പൊ കരയുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അത് എന്താ പറ്റി ഇവർക്കൊക്കെ? അത് ഇത് കളിയങ്കാട് യക്ഷിയാണ്. കളിയങ്കാട് യക്ഷിയല്ല, കളിയങ്കാട് നീലി. അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് അറിയാലോ, വ്യക്തമാണ്. കാരണം അവരുടെ ഏത് പാർട്ടിയെ അനുകൂലിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. കാരണം മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. സുജയ പാർവതിക്കുണ്ട്, അരുൺകുമാറിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് തന്നെയാണ്. പക്ഷെ അവർ ആ രാഷ്ട്രീയം മാറ്റിവെച്ച് അവതരിപ്പിക്കേണ്ട വിഷയങ്ങളുണ്ട്. അതായത് അരുൺകുമാർ ചില വിഷയങ്ങൾ അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ അദ്ദേഹം മോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം ഈ SFIയുടെ വെറ്ററിനറി കോളേജിലെ കൊലപാതകം ഉണ്ടല്ലോ, സിദ്ധാർത്ഥ്, അവിടെയൊക്കെ SFI മരിച്ചു കിടന്ന് ന്യായീകരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നപ്പോഴും ഇദ്ദേഹം പറയണം രാഷ്ട്രീയത്തിലേക്ക് ഇനി കൊണ്ടുവരരുത്, ഇയാളെ എനിക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ്. പക്ഷെ TV ചാനലിലേക്ക് കൊണ്ടുവന്നു പോക്സോ എന്തായെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ കാണിക്കും. പോക്സോ വേണോ എന്ന് ചോദിക്കുമ്പോ അത് എന്ത് ചെയ്യും രാഹുൽ? അതായത് പിണറായി സഖാവ് അപ്പുറത്തിരുന്ന് പറയും ഏതൊക്കെ വിഷയത്തിൽ പ്രതികരിക്കണം, ഏതൊക്കെ ഓപ്പറേഷൻ സിന്ദൂർ കുഴപ്പമില്ല, അനക്ക് പ്രതികരിക്കാം എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മുടെ അരുൺജി അതൊക്കെ പ്രതികരിക്കും. അരുൺ ചെയ്യും. പക്ഷെ ഈ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് വെറുതെ ചുമ്മാ ആരോപണങ്ങൾ പറയുന്നതല്ല. എവിഡൻസ് നമുക്ക് അതിൻ്റെ ഒരു ഇത് നോക്കിയാൽ പാറ്റേൺ നോക്കി അറിയാൻ പറ്റും. അതായത് പ്രതികരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ CPM സർക്കാരിന് ഗുണമുള്ളതാണ്. എങ്ങനെ പ്രതികരിക്കുന്നത്? അനുകൂലമായി പ്രതികരിക്കുന്നത്. ഇനിയും 3 ബോംബുകൾ ഉണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എപ്പോ വേണമെങ്കിലും പൊട്ടാം. ഇനിയിപ്പോ എന്തൊന്ന് പൊട്ടാൻ, കാരണം പൊട്ടിച്ചെതറി നാശമായി. ഇനി പൊട്ടിയ ഇല്ലെങ്കിൽ എന്തെന്നുള്ള അവസ്ഥയില്ലാതെ. അതായത് ഈ നമ്മൾ ഇതിനെ പറയുന്നല്ലോ, നനഞ്ഞ് ഇനി കുളിച്ചു കയറാന്ന് പറയുന്നത്. ഇന്നലെ ഒരു അവതാരക ഇരുന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ലിവിങ് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ ഡ്രസ്സ് ഇടാറുണ്ടല്ലോ, പിന്നെ എന്താ ലിവിങ് കോസ്റ്റ്? കാരണം ഇയാൾക്ക് ഇത് വേണ്ടല്ലോ, അണ്ടർവെയർ വേണ്ടല്ലോ, അപ്പൊ ഇടാനുള്ള സമയം അല്ല. ഇതിൽ എനിക്കൊരു ശക്തമായ വിയോജിപ്പുണ്ട്. ഇവർ ഈ മാർച്ച് നടത്തുന്നു, VD സതീശന്റെ വീട്ടിലോട്ട് മാർച്ച് നടത്തുന്നു. സ്വന്തമായി കോഴി ഫാം ഉള്ളവരാണ് ഈ മാർച്ച് നടത്തുന്നത് വീട്ടിൽ. കോഴി ഫാം മാത്രമുള്ള DYFIയുടെ തണ്ടൂരി പ്രതിഷേധം കണ്ടായിരുന്നു, ചിക്കൻ തണ്ടൂരി പ്രതിഷേധം. അപ്പൊ ഈ കോഴി ഫാം ഉള്ളവർ മാർച്ച് നടത്തുന്നത്. അപ്പൊ VD സതീശൻ നല്ലൊരു മറുപടി കൊടുത്തു. നിങ്ങൾ ആദ്യം പിണറായി ക്ലിഫ് ഹൗസിലോട്ട് പോകും, അവിടെ അദ്ദേഹം കുറെ പേരെ സംരക്ഷിക്കുന്നുണ്ട്, അവരെ ആദ്യം ഇറക്കി വിടാൻ പറ. ആരൊക്കെയാണ്? AK ശശീന്ദ്രനുണ്ട്, കടകംപള്ളിയിലെ റോയ്സ് ഇപ്പൊ നമ്മൾ കേട്ടതല്ലേ ഉള്ളൂ. പഴയ റെയിൻ കോട്ട് വേണോ, എന്നെ പറ്റിക്കോ, വരുവോ, അതാ വരൂലേ. ഏറ്റവും വലിയൊരാളുണ്ടല്ലോ ഇവിടെ, ഏറ്റവും വലിയൊരാള് ശശീന്ദ്രനാണോ? അല്ല, പരസ്യമായിട്ട് കോളുകൾ വരെ പുറത്തു വന്നത് ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രി അല്ലല്ലോ, MLA. AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴാണ് പിണറായി വിജയന്റെ സ്ട്രാറ്റജി ഇതാണ് നമ്മൾ പറയുന്നത്. പിണറായി വിജയൻ അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് മറവി കൂടുതലാണെന്നുള്ളത്. അത് അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രിയാക്കി. ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കണ്ടതാണ് AK ശശീന്ദ്രന്റെ കേസ് വന്നപ്പോൾ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഇരട്ടത്താപ്പ്. ഇവരെന്തോ ചെയ്ത മംഗളം ഈ ഓഡിയോ ചാനലിൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട, കോൾ റെക്കോർഡ് പുറത്തുവിട്ട മംഗളം ചാനലിൽ പൂട്ടിച്ച് കമ്പ്യൂട്ടർ പിടിച്ചെടുത്തു. ഇങ്ങനെയുള്ള അപ്പോൾ ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ആർക്കും ഇത് കാണിക്കരുത്. ഇത് ഇവർ ഈ കാണിക്കുന്ന പരിപാടി. പിന്നെ ഇത് മാത്രമല്ല, ഈ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഈ മറ്റ് പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതുണ്ടാകുന്ന ഇവർക്ക് ഭയങ്കര രോഷമാണ്. ഇവര് ഈ സ്വന്തം പാർട്ടിക്കാരുടെ ഇത് വരുന്ന സമയത്ത് അവർ അറിയാലോ കോൺഗ്രസ് അനുകൂലിയാണ്. അവർ സ്വന്തം പാർട്ടിക്കാർ വരുന്ന സമയത്ത് അവർക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ല. അത് മിണ്ടാതെങ്ങിരിക്കും. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെള്ളം കുടിക്കും, ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. തന്നെ ഇത് പറയണോ? കരച്ചിലൊക്കെ ഒതുക്കിയിട്ട്
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് ലീവ് കിട്ടുമോ സാർ? ഇന്ന് ലീവ് എടുക്കാനും പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തീരുന്നത് വരെ എനിക്കൊരു ലീവുമില്ല ഒന്നുമില്ല. വന്നോ വന്നു പറയണം. അത് എന്തായാലും ആന്റെ പഞ്ഞി കിടുന്നുണ്ട് കേട്ടോ. അതെ, കോൺഗ്രസ് പാർട്ടിക്ക് ഓരോ പാർട്ടിക്ക് ഓരോ കളറുണ്ട്. CPM-ന്റെ കളർ ചുവപ്പാണെന്നറിയാം, BJP-യുടെ അത് കാവിയാണ്. കോൺഗ്രസിന്റെ കളർ എന്താണെന്നറിയാം? അല്ല, കോൺഗ്രസിന് ഒരു കളറുണ്ട്, യൂത്ത് കോൺഗ്രസ്. പച്ചയൊന്നുമല്ല, യൂത്ത് കോൺഗ്രസ്. KSU-ന്റെ കളർ എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ കളർ എന്താണ്? നീല. അത് വെറുതെ കൊടുത്തതല്ല, വെറുതെ കൊടുത്ത. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്താ വിളിച്ചപ്പോ പറഞ്ഞ്, ഞാൻ പറഞ്ഞ എന്തോ സംസാരിച്ചു, ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ ഏത് ഊത്തല്ലേ അത്? അപ്പൊ ഞാൻ അങ്ങനെ പറയണ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ SFI-യിലും ഉണ്ടല്ലോ, അപ്പൊ അതും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ, അതായത് ആരോപണം വരുമ്പോൾ സംരക്ഷിക്കില്ല. സംരക്ഷിക്കില്ല. അത് ഈ പാർട്ടിയുടെ തന്നെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ അടിവേര് തൊട്ട് അങ്ങ് മേള് വരെ പിളർന്നു കിടക്കുകയാണ് കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം പിണറായി വിജയനൊക്കെ ഏത് വിധേനെ സംരക്ഷിക്കും അറിയായിരിക്കുമല്ലോ. സെലക്റ്റീവായിട്ട് മാത്രമേ ഇട്ടുകൊടുക്കുള്ളൂ. CBI അല്ലാതെ എല്ലാത്തിനെയും സംരക്ഷിക്കും. അനക്ക് എന്റെ കൂടെ നിന്നാ അദ്ദേഹം പറയും. ഇല്ലാത്തവരേക്ക് ഒരു പ്രത്യേക ആക്ഷൻ. താല്പര്യമുള്ളവരെ താല്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആശ്രിത വത്സരനാണ്, അറിയാലോ, ഭക്തവത്സലനാണ്. അപ്പം അദ്ദേഹം അങ്ങനെ ഉള്ളവരെയൊക്കെ സംരക്ഷിക്കും. ഇപ്പൊ PK ശശിയുടെ കാര്യം അറിയാം. PK ശശി മാത്രമല്ലടാ, സ്വപ്നയുടെ ആരോപണം ഉന്നയിച്ച ശിവകുമാർ, ശിവശങ്കരൻ, അങ്ങനെയൊക്കെ സംരക്ഷിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവർ ഈ പറയുന്ന കുറെ കാര്യമുണ്ട്. ഇവർ മനസ്സിലാക്കാത്ത കാര്യം, ഈ PK ശശിക്കൊക്കെ എതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിലെ സ്ത്രീകളുടെ അവസ്ഥ. ഇവിടെ മഹിളാ കോൺഗ്രസ് ഉന്നയിക്കാനെങ്കിലും പറ്റുന്നുണ്ട്, അവിടെ വനിതകൾക്ക് മിണ്ടാൻ പറ്റൂല. ഇവിടെ ആണുങ്ങള് തീരുമാനമെടുക്കും. ശ്രീമതി വന്നപ്പോ പറഞ്ഞിട്ടില്ല കടക്കുപുറത്ത്. അപ്പൊ ശ്രീമതി ഞാനാണ് ഞാൻ കടക്കുപുറത്ത്, നീയൊക്കെ അങ്ങ്. അപ്പൊ ഈ പറയുന്ന പുരോഗമനം ഇതൊക്കെ ഈ പറച്ചിലിന് മാത്രമേ ഉള്ളൂ. പാർട്ടിക്കകത്ത് ജനാധിപത്യവും ഇല്ല, സ്ത്രീ എന്താണ് വുമൺ എംപവർമെന്റും ഇല്ല, ഒന്നുമില്ല. പറയുമ്പം സ്ത്രീകൾക്ക് വേണ്ടി ജയ് സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിൽ കെട്ടി നവോത്ഥാനം കൊണ്ടുവന്ന് ശബരിമലയിലെ യുവതികളെ കയറ്റ, എന്നാലേ സമത്വം ഉണ്ടാവുള്ളൂ. ആദ്യം പർദ്ദയും നടക്കാൻ പറയാം. അതല്ലേ ഈ പർദ്ദയും ഇട്ടുകൊണ്ടാണ് മതിലിൽ നിൽക്കുന്നത്. മതിലിൽ നിൽക്കുന്നത്. അതെ. എന്തായാലും മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ സങ്കടപ്പെടൂ. പക്ഷേ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും.